ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ബിഗ് ബോസിലെ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ സ്വന്തം ബിബി ബഡി. ഹായ് ഗൈസ്, നവീൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഔട്ടായതിനെക്കുറിച്ചുള്ളൊരു പ്രമോ നമ്മളെല്ലാവരും കണ്ടല്ലോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നവീൻ ഔട്ടായെന്ന്? എനിക്ക് തോന്നുന്നു അതൊരു പ്രാങ്കാണെന്ന്. ജസലും നവീനും കൂടെ പണിപ്പുരയിൽ കയറിയ സമയത്ത് ബിഗ് ബോസ് അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവാം ഈ ഒരു പ്രാങ്കിനെക്കുറിച്ച്. അതിന് വേണ്ടിയിട്ടുള്ള നാടകമായിരുന്നു രാത്രിയിൽ അനുവിനും ടീമിനും കൂടെ കേക്ക് ഷെയർ ചെയ്തതും അവിടെ വെച്ചിരുന്ന ഐസ്ക്രീം എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെള്ളവും പഞ്ചസാരയൊക്കെ ഒഴിച്ച് പിന്നെ മിക്സ് ചെയ്ത് വെച്ചതും അതെല്ലാം അവിടെ ജസീൽ വാഷ്റൂം ഏരിയയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നവീൻ വന്നിട്ട് അവളോടൊരു ജസീലിനോടൊരു കാര്യം പറയുന്നുണ്ട്, പുവർ ഗേൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മിഷൻ കംപ്ലീറ്റഡ്. അതിൻ്റെ ബേസിലാണ് അവിടെ ബഹളം ഉണ്ടായതും നവീൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാങ്കായിരുന്നു അത്. കാരണം നവീനില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസിലെ ഗ്രൂപ്പുകൾ ഓരോ മൂലക്കിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അല്ല വേറൊരു ആക്ടിവിറ്റീസ് അവിടെ നവീനല്ലാതെ വേറെ ഒരു ആക്ടിവിറ്റീസൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ? എന്തായാലും നവീൻ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് ഉറങ്ങി മട്ടാണ്. കാരണം ക്യാമറ ഫോക്കസ് ചെയ്ത് നമ്മളെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ അവിടെ ഒന്നും കാണില്ല. അനീഷ് അതുവഴി ഇതുവഴിയും ഉലാത്തുന്നതും പിന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും മാറിയിരുന്ന് കുറ്റം പറയുന്നതല്ലാതെ വേറെ എന്താണ് നമ്മളെ കാണിക്കാനുള്ളത്? ഒന്നും കാണിക്കാനില്ല. ഇടയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ ഓളം ഉണ്ടാക്കുന്നത് നവീൻ തന്നെയാണ്. പിന്നെ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ വലിയ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ ടാസ്ക് ഉണ്ടായിരുന്നു. അതല്ലാതെ പിന്നെ പണിപ്പുരയിൽ നിന്ന് അവർ കുറേ ഫുഡ് ഐറ്റംസ് എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് റെനയും അനുവും തമ്മിലുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ റെനയോട് അനു പറയുന്നുണ്ട്, പോയി തരത്തിൽ പോയി കളിക്കടിയെന്ന് പറഞ്ഞ്, എനിക്ക് പറ്റിയ തരത്തിലുള്ള അല്ല നീ, എന്നെ അതിനേക്കാളും തരം താന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കേണ്ടി വന്നത് എന്നിട്ട് പറഞ്ഞ് അനു അവിടെ പോയി മൂലയ്ക്ക് മാറിയിരുന്ന് അമ്മായി വർത്താനം പറയുന്നു. ഈ അമ്മായിയൊക്കെ അത്രയ്ക്ക് മോശമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതിനകത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് അക്ബർ അവിടെ വന്നിരുന്നു. അക്ബർ വന്നിട്ട് പറഞ്ഞു അനുമോക്ക് പേടിയായി. അതിനുശേഷം അനുമോളെ സൂപ്പിക്കാൻ വേണ്ടിയിട്ട് അനുമോളുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, അനുമോക്ക് മൂക്കത്താ ശുണ്ടി, ദേഷ്യം വരുമ്പോഴാണ് അനുമോക്ക് കൂടുതൽ സൗന്ദര്യം. അനു അതൊക്കെ അങ്ങ് പുച്ഛിച്ച് തള്ളുന്നു. എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളുമായി ഉടനെ എത്തുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റൊക്കെ ഇട്ട് ഒന്ന് സഹായിക്കണേ.